ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ, ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഹെയർ കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ഹെയറിൽ കണ്ടുവരുന്നുണ്ട്. മോസ്റ്റ്ലി ഹെയർ നന്നായിട്ട് ഡ്രൈ ആകൽ, അത് കണക്ക് തന്നെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഹെയർ വിണ്ട് കീറൽ, അത് കണക്ക് ഡാൻഡ്രഫ്, അങ്ങനെ പലർക്കും പലതരം ഇഷ്യൂസാണ് ഈ ഒരു വേനൽക്കാലം ആ ഒരു ഇത് കൊണ്ടിട്ട് ഉള്ളത്. മോസ്റ്റ്ലി കൂടുതൽ ഞാൻ കണ്ടുവരുന്നത് എല്ലാവരുടെ ഹെയർ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വിണ്ട് കീറലാണ്. നല്ല ചൂടുള്ള ഇപ്പം നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ സ്വെറ്റായിട്ട് ചെളിയൊക്കെ അടിഞ്ഞുകൂടി ഡാൻഡ്രഫ് അത് പെട്ടെന്നൊന്നും മാറാത്ത തരത്തിലുള്ള ഡാൻഡ്രഫ് വരാനൊക്കെ ഈ ഒരു ടൈമിൽ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നില്ലെങ്കിൽ ഡാൻഡ്രഫ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നന്നായിട്ട് ഹെയർ ഡ്രൈ ആയിട്ട് വിണ്ട് കീറും. മുടിയുടെ അറ്റൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ചിലരുടെയൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 2-3 ശാഖകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അത് ഈ വേനൽക്കാലത്താണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം പ്രോപ്പറായിട്ട് ഓൾറെഡി നല്ല ഹോട്ട്നെസ് ആണല്ലോ പുറത്ത്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ബാത്ത് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് അത്യാവശ്യം കെയർ ചെയ്യുന്നുണ്ടെങ്കിലും പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നതാണ്. നന്നായിട്ട് ഡസ്റ്റും അതിനൊക്കെ തന്നെ വിയർപ്പൊക്കെ അടിഞ്ഞിട്ട് ഓൾറെഡി അറിയാമല്ലോ, സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ ചെളിയൊക്കെ അടിഞ്ഞുകൂടും. അതുകണക്ക് തന്നെ സെറ്റൊക്കെ ആയിട്ട് ഉപ്പുരസൊക്കെ മുടിയിൽ ഇതായി കഴിയുമ്പോഴത്തേക്കും മുടി നന്നായിട്ട് ഡ്രൈ ആകാനും അതുകണക്ക് തന്നെ ആ മുടിയുടെ ആ സ്ട്രക്ചറിനൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ഒരു ചേഞ്ച് വരുന്ന ഒരു കാലഘട്ടമാണ് ഈ വേനൽക്കാലം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ടും ഹെയർ കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് ഡാമേജ് ആവും. അതിനുള്ള ബെസ്റ്റ് റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞ തന്നെ അലോവേറ ജെല്ല് വളരെ അടിപൊളി ഒരു സാധനമാണ് മുടിക്ക്. നമ്മുടെ മുടി, നമ്മുടെ സ്കാൽപ്പും അതുപോലെ നമ്മുടെ ബോഡിയും നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ അലോവേറ ജെല്ല് സ്കാൽപ്പിലും അതുപോലെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുകയാണെങ്കിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിലും കുറച്ചുകൂടി മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നതാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത്. അപ്പം ഉലുവ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നമ്മൾ കുളിക്കുന്നതിന് എപ്പോഴാണ് കുളിക്കുന്നതിന് 1 മണിക്കൂറോ അരമണിക്കൂറോ മുൻപ് അത് അരച്ച് നമ്മുടെ തലയിൽ ഉലുവയും തൈരും മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിലും തലയൊട്ടിയിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുളിക്കാവുന്നതാണ്. അത് നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. പിന്നെ കരിവേപ്പില നമ്മുടെ മുടിക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി എല്ലാവരും ചെയ്യുന്ന ചെമ്പരത്തി ഇല അല്ലെങ്കിൽ ചെമ്പരത്തി ഇല കൊണ്ടിട്ടുള്ള താളി, അത് നമ്മൾ കുളിക്കുന്നതിന് 1 മണിക്കൂറോ അരമണിക്കൂറോ മുന്നേ അത് നമ്മുടെ തലയിൽ താളി രൂപത്തിൽ ചെമ്പരത്തി ഇല അരച്ചോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയോ അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റും ആയിരിക്കും. അതുകൊണ്ട് തന്നെ മുടിയുടെ ഡ്രൈനെസ് മാറ്റുന്നതിന് ഏറ്റവും അടിപൊളി ഒരു സാധനമാണ് ഉലുവയും ചെമ്പരത്തി ഇലയും നമ്മുടെ കറ്റാർ വാഴ അല്ലെങ്കിൽ അലോവേറ ജെൽ എന്നൊക്കെ പറയുന്നത്. അതുകണക്ക് തന്നെ തൈര് നമ്മുടെ മുടിക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന ഒരു ഘടകമാണ്. തൈര് തനിയെ തേക്കുന്നത് മുടി കുറച്ച് ഡ്രൈ ആവാൻ കാരണമാകും. ചിലരുടെയൊക്കെ മുടി തൈര് തനിയെ തേച്ചിട്ട് ഡ്രൈ ആവുന്ന അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തൈര് തനിയെ തേക്കരുത്. തൈര് ഉലുവയുടെ കൂടി ഉലുവ നമ്മൾ പേസ്റ്റ് ആക്കി മിക്സ് ചെയ്തോ അല്ലെങ്കിൽ അലോവേറയും തൈരുവോ അങ്ങനെ ഏതെങ്കിലും നമ്മൾ കരിവേപ്പിലയുടെ കൂട്ടി മിക്സ് ചെയ്തോ അങ്ങനെയൊക്കെ തേക്കുന്നത് മുടിക്ക് വളരെയധികം നല്ലതാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ മുടി നന്നായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് അങ്ങനെ പിന്നെ മുടി സ്പ്ലിറ്റ് ചെയ്യുക, അങ്ങനെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് നന്നായിട്ട് മുടി ഇങ്ങനെ തൊടുമ്പോഴേ ഇങ്ങനെ പൊഴിഞ്ഞു വരിക അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് പൊട്ടി പോരുക ആ അവസ്ഥയ്ക്ക് കൂടുതലും കണ്ടുവരുന്ന ഇപ്പോഴാണ് ഈ ഒരു ടൈമിലാണ്. ഈ ചൂട് നമുക്ക് നമ്മുടെ ബോഡിക്ക് താങ്ങാനാണ്. അപ്പം നമ്മുടെ മുടിക്കും അത് കണക്ക് തന്നെ അതൊക്കെ എഫക്റ്റ് ചെയ്യും ചൂട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ടാറ്റാ.